എന്നെ തൊടുകയല്ല. കാരണം സകലത്തിൻ്റെ അധികാരി നമ്മുടെ കർത്താവാണ്. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ കർത്താവിനാണ്. അതുകൊണ്ട് കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ ഒരുത്തനും നമ്മെ തൊടുകയല്ല. തൊടുവെന്നൊക്കെ പറയും, പക്ഷേ ദേഹത്ത് കൈവെക്കണേ ദൈവം അറിയണം. സാത്താനോട് ദൈവം പറയും, അങ്ങനെയാണെങ്കിൽ പിശാചേ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവൻ്റെ മേൽ മാത്രം എൻ്റെ ചിന്ത. ഇത് കേട്ടപ്പോൾ സാത്താന് ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും. സാത്താൻ ചിന്തിച്ചത് ഇങ്ങനെ ആയിരിക്കും, ആട്ടെ ഇയ്യോബിനെ തൊട്ടില്ലെങ്കിലും അവനുള്ളതെല്ലാം ഒന്ന് തൊടാമല്ലോ, അതൊരു നല്ല കാര്യമാണ്. ആട്ടെ അവനെ തൊട്ടില്ലേലും തരക്കേട്ടില്ല, അവനുള്ളതെല്ലാം ഒന്ന് തൊടാം. പുള്ളി ഇങ്ങനെ വെളിയിൽ കൂടെ നടക്കുകയായിരുന്നു കുറേ കൊല്ലമായിട്ട്. കാരണം ചുറ്റും വേലി കെട്ടിയത് കൊണ്ട് പുള്ളി ഇങ്ങനെ വേലിയുടെ വെളി എന്നിങ്ങനെ ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷ പറഞ്ഞാൽ പുറമാടി ചുറ്റി നടക്കുകയായിരുന്നു. അകത്തോട്ട് കയറാൻ മേലെ ദൈവം വേലി കെട്ടി വെച്ചിരിക്കുക. ദൈവം അനുവദിക്കാതെ വേലിക്കകത്ത് ഒറ്റോരുത്തം കയറുകയല്ല. അപ്പോൾ വേലിക്ക് പുറത്തോട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ദൈവം പറഞ്ഞാൽ അവനുള്ളതെല്ലാം അങ്ങ് തരിക തൊട്ടു, പക്ഷെ അവൻ്റെ ദേഹത്ത് മാത്രം. അപ്പോൾ സാത്താൻ സന്തോഷമായി, ആട്ടെ അവന് തൊട്ടില്ലെങ്കിലും അവനുള്ളതെല്ലാം ഒന്ന് തൊടാം. അങ്ങനെ സാത്താൻ സന്തോഷിച്ച് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. 13-ാം വാക്യം മുതൽ വായിര്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരിഞ്ഞ് മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായുത്തിലേക്ക് വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യമായിര്. ദൈവത്തിന് നീ ആകാശത്തുനിന്ന് വീണ് കത്തി ഈ വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരയായി തീർന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞപ്പോൾ വേറൊരുത്തം വന്ന് വായിര്. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെ വാളിന്റെ വായുത്തിലേക്ക് വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് വായിര്. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് മേടിച്ച് പോരാ കുഞ്ഞുങ്ങളുടെ മേൽ കുഞ്ഞുങ്ങളെല്ലാം ചത്തന്നു. ഇതാ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ത്രിവിധ ശക്തി വന്ന് ഇയ്യോബിന്റെ വരുമാനം മുഴുവൻ നശിപ്പിച്ചു. കൽദയരും ശെബായരും തീ, 3 ശക്തിയാണ്. കൽദയരും ശെബായരും തീയും, ത്രിവിധ ശക്തി. അത് ഒരു വലിയ പോരാട്ടമായി. ത്രിവിധ പോരാട്ടം മനസ്സിലായല്ലോ. സ്തോത്രം. 3 വിധത്തിലുള്ള ശക്തികൾ, കൽദയരും ശെബായരും തീ. ഈ 3 ശക്തികൾ വന്ന് ഇയ്യോബിന്റെ വരുമാനം മുഴുവൻ അങ്ങ് നശിപ്പിച്ചു. സമ്പദ്ഘടന മുഴുവൻ പാടെ തകർത്തു. സ്തോത്രം. തീർന്നില്ല, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ചു. ഈ പെരയെല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ പുറത്തോട്ട് വീണ് പിള്ളേരെല്ലാം മരിച്ചു. 10 തലമുറയും മാറ്റപ്പെട്ടു. സമ്പത്ത് മുഴുവൻ തീർന്നു, തലമുറ മുഴുവൻ മാറ്റപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് കൂടുതൽ എന്നാ സംഭവിക്കാനാ? തലമുറ 10 മരിച്ചു, സമ്പത്ത് മുഴുവൻ പോയി. ഇതെല്ലാം തകർത്തേച്ച് പിശാച് ഇങ്ങനെ സന്തോഷിച്ചു. ഇയ്യോബ് ദൈവത്തെ ത്യജിച്ചു പറയുന്നത് കാണാൻ, ദൈവത്തെ തള്ളി പറയുന്നത് കാണാൻ ഇയ്യോബ് ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷെ അന്നേരം ഭക്തൻ ദൈവത്തെ ത്യജിച്ചല്ല പറഞ്ഞത്. അതാ ഭക്തന്മാരുടെ വിശേഷത. ഉടനെ ഭക്തൻ ഇതുകൊണ്ട് പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം. നിങ്ങളിപ്പം വാക്യമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പനിയോ മൂക്കടപ്പോ വരണം, അന്നേരം പറയുമോ യഹോവ തന്നു? സ്തോത്രം. നമുക്ക് അറിവുള്ളൊരു കർത്തദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചത്. അമ്മ നല്ല വിവേകമുള്ള അമ്മയാണ്. ആ മരിച്ച സമയത്ത് തിരുമേശ നടന്നുകൊണ്ടിരിക്കുക, അവരറിയിച്ചില്ല. കവണി കൊണ്ട് കൊച്ചിനെ അങ്ങ് മൂടി, കണ്ണ് തിരുമി അടച്ചേച്ചു. ശുശ്രൂഷ തിരുമേശയെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് കുഞ്ഞിൻ്റെ വിവരം പറയാൻ. കുഞ്ഞ് രോഗിയായിട്ടിരിക്കുകയായിരുന്നു. അന്നേരം ഈ അമ്മ ഈ അപ്പച്ചനോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരാളൊരു സാധനം സൂക്ഷിക്കാൻ തന്നു, തിരിച്ച് ചോദിക്കുമ്പോൾ കൊടുക്കണമെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, സൂക്ഷിക്കാൻ തന്നതാന്നേ തിരിച്ചു കൊടുത്തേക്കണം.
അന്നേരം അമ്മ പറഞ്ഞു, തിരുമേശ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനങ്ങ് കൊടുത്തെന്ന് പറഞ്ഞേച്ച് കവടി മാറ്റി. കുഞ്ഞും നടന്ന സംഭവമാണ്. നിങ്ങൾ വല്ലവരും ആയിരുന്നല്ലോ, കവണിയും പറിച്ചു കയറി ആ കർത്തൃമേശയുടെ പാത്രവും തട്ടി ദൂരോട്ട് കളഞ്ഞ് അവിടെ കടന്ന് അലറി ബോധക്കേട് ഉണ്ടായി. എന്നാ പറയും, സൂസമ്മ എൻ്റെ ബോധം വെള്ളം കുടയാൻ പറയും, എന്നാ വീഞ്ഞെടുത്തങ്ങ് കുടയാൻ പറയും. ഇതൊക്കെയാണ് നടക്കുന്നത്. അവിടെ അങ്ങനല്ല, ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വന്നില്ല. ഇതൊക്കെ നടന്ന സംഭവമാണ്. ആ ദൈവദാസി പറഞ്ഞു, ദൈവം തന്നതാ. സ്തോത്രം, സ്തോത്രം. യോബ് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞില്ല. യോബ് പറയാ, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം. ഇതാ ഭക്തന്റെ ആ കാരണം. അത് പറയാൻ കാരണം യോബനറിയാ സകലത്തിൻ്റെ അധികാരി എൻ്റെ കർത്താവാ. സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും എൻ്റെ കർത്താവിനാ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഈ സമ്പത്ത് മാറ്റപ്പെട്ടെങ്കിൽ ദൈവം അറിഞ്ഞോണ്ടാ. ഈ തലമുറ മാറ്റപ്പെട്ടെങ്കിൽ ദൈവം അറിഞ്ഞാ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല എൻ്റെ ദൈവം അറിഞ്ഞോണ്ടാ. ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കം എൻ്റെ ദൈവം അറിഞ്ഞോണ്ടാ. ഇപ്പോഴത്തെ ഈ കഷ്ടത എൻ്റെ ദൈവം അറിഞ്ഞോണ്ടാ. ഈ പ്രതികൂലം അതൊക്കെ എൻ്റെ ദൈവം അറിഞ്ഞ. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ ദൈവം അറിഞ്ഞ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ശത്രു തന്നെ തീയമ്പുകൾ മാറിപ്പോലന്മേൽ തൊടുത്തിടുമ്പോൾ, ശത്രു തന്നെ തീയമ്പുകൾ മാറിപ്പോലന്മേൽ തൊടുത്തിടുമ്പോൾ, സർവായുധവർഗം ധരിച്ചിടുവാൻ ശക്തി നൽകിയിടണമേ. സർവായുധവർഗം ധരിച്ചിടുവാൻ ശക്തി നൽകിയിടണമേ. ആത്മനാഥ എൻ പ്രാണനാഥ, ആത്മനാഥ എൻ പ്രാണനാഥ, ആശ്വാസമേകണേ നായക, ആശ്രിതർക്കാലംബ കർത്താവേ, ആശ്വാസമേകണേ നായക, ആശ്രിതർക്കാലംബ കർത്താവേ. എല്ലാം പ്രതികൂലമായിടുമ്പോൾ, എല്ലാരും എന്നെ കൈവിട്ടിടുമ്പോൾ, എല്ലാം പ്രതികൂല ആയിടുമ്പോൾ, എല്ലാരും എന്നെ കൈവിട്ടിടുമ്പോ, ഈയോബിന്റെ ദൈവമേ നീ മാത്രമേ ആശ്രയമായി എനിക്ക്. ഈയോബിന്റെ ദൈവമേ നീ മാത്രമേ ആശ്രയമായി എനിക്ക്. എന്നെന്നുമേ ഈ ധരണി തന്നിൽ, ആമേൻ, എന്നെന്നുമേ ഈ ധരണി തന്നിൽ, ആമേൻ. ആശ്വാസമേകണേ നായക, ആശ്രിതർക്കാലംബ കർത്താവേ, ആമേൻ. ആശ്വാസമേകണേ നായക, ആശ്രിതർക്കാലംബ കർത്താവേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ യോബ് പിറുപിറുത്തില്ല, ആവശ്യമില്ലാത്ത സംസാരമൊന്നും പറഞ്ഞ് ഉച്ചരിച്ചില്ല. യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം. അതാ ഭക്തന്റെ വിശേഷത. എൻ്റെ ഭാഷ പറഞ്ഞാൽ സന്തോഷിക്കാൻ നിന്ന പിശാച് ഇളിപ്യനായി. പിശാച് ലജ്ജിച്ചു. പിശാച് ഓർത്തത് പിള്ളേരും സമ്പത്തും എല്ലാം പോകുമ്പോൾ ഇയാൾ വിശ്വാസമെല്ലാം വിട്ടേച്ച് പഴയ സ്ഥലത്തോട്ട് പോകും. ഒരു ലോണ് തരാവോ അമ്മാമേ? വീടെല്ലാം പോയി. സ്തോത്രം. ഒന്നിൻ്റെയും പുറകെ പോയില്ല. സ്തോത്രം. പിറുപിറുത്തുമില്ല, ദൈവത്തെ ഒന്നും പറഞ്ഞുമില്ല.
വേറെ തള്ള ഒരിക്കൽ പറഞ്ഞായിരുന്നു, ദൈവം എന്നോട് ഈ കടുങ്കൈ ചെയ്തെന്ന്. ആരാ? യോ ആ നവോമി. സർവശക്തൻ എന്നോട് പുള്ളിയായി ഇതെല്ലാം ഒപ്പിച്ചെന്ന്. വായിച്ച 1:19. നവോമിയുടെ പുസ്തകമല്ല, രൂത്തിന്റെ പുസ്തകം. ആ മൈക്ക് എന്തിനാ കൈ തന്നേക്കുന്നേ? അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല, മാറ എന്ന് തന്നെ എന്നെ വിളിപ്പിൻ. മാറ എന്ന് തന്നെ എന്നെ വിളിപ്പിൻ. മാറ എന്ന് എന്നെ വിളിക്കണം. കാരണം സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത്. കണ്ടോ, ദൈവത്തിന് വഴിവെക്കുക. ഈ തള്ള ഒരു വല്ലാത്ത തള്ളയാ. ഭർത്താവിനെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് മോവാബിലോട്ട്. ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭർത്താവിനെയായിട്ട് അവരുടെ വീട്ടിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് പറയാം, അവിടെ നമുക്ക് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം. എന്തിനാടാ ഇങ്ങനെ നടക്കുന്നേ? അവിടെ ചെന്ന് 5 സെൻറ്റ് സ്ഥലം മേടിച്ച് പമ്മി കിടക്കുക. നാട്ടുകാർ പറയും, ആരാ? വരത്തം കുഞ്ഞുഞ്ഞ്. ആരാ? സ്തോത്രം. നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലല്ലോ. ഇനി മറുവശം, ദൈവം പറയുക നീ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കോണം. അതിന് ഞാൻ എതിരുമല്ല. സ്തോത്രം. ഭർത്താവിനെയും എൽക്കാനെയും മകളോനെയും ഗില്ലുവാനെയും കൂട്ടിക്കൊണ്ട് മോവാബിലോട്ട് പോയി. അവിടെ ചെന്ന് കണ്ടമെല്ലാം മേടിച്ച് കൃഷിയെല്ലാം നടത്തി. കൊച്ചുങ്ങൾ 2 ചത്തുപോയി, അങ്ങേരും ചത്തു. ഉടനെ തള്ളച്ച് പറയുക, സർവശക്തൻ എന്നോട് ഈ കൊടുംചതി. പക്ഷെ ഇയ്യോബ് അങ്ങനല്ല പറഞ്ഞത്. പിള്ളേർ മാറ്റപ്പെട്ടപ്പോൾ, സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം മാറ്റപ്പെടട്ടെ. ഇയ്യോബിനറിയാം, എൻ്റെ ദൈവം അറിയാമെന്ന് എനിക്കൊന്നും സംഭവിക്കത്തില്ല. സകലത്തിന്റെ അധികാരിയും കർത്താവ് നമ്മുടെ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിശാച് ലജ്ജിച്ചു. പിന്നെ പിശാചിന്റെ ഒരു പ്രകൃതി, പിശാചിന്റെ ഒരു രീതി, തോറ്റാലും പുറകോട്ട് പോകത്തില്ല. അവൻ വീണ്ടും വന്ന് തോണ്ടും. നമ്മൾ നാടൻ ഭാഷ പറയാം, തോറ്റ വഴിക്ക് വള്ളം വെക്കുകയല്ല. ഇലക്ഷന് നിന്ന് തോറ്റാ പിന്നെ നമ്മൾ നിൽക്കുമോ? നിങ്ങൾ പറയും ജയിക്കുന്നിടം വരെ ഞാൻ അല്ല, അങ്ങനെ നിൽക്കുന്നവരുമുണ്ട്. എത്രയോ പ്രാവശ്യം തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ജയിച്ചത് ഈ ഏരിയയില്ല. ഞാൻ പുള്ളിയെ അഭിമാനിക്കുന്നു. മടുത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കട്ടെ. പിശാചിനൊരു പ്രത്യേകത, തോറ്റാലും പുറകോട്ട് പോകത്തില്ല. വീണ്ടും വന്ന് നമ്മൾ തോറ്റ വഴിക്ക് ഉദാഹരണം, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ എന്നെ സ്വീകരിക്കുന്നുമില്ല, എന്നോട് സംസാരിക്കുന്നില്ല, അല്ലെ എന്നെ സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലേ, പിന്നെ ഞാൻ വരികയല്ല. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. നമ്മളൊരു അമ്മമ്മ നമുക്ക് ഞാനങ്ങും വരുന്നില്ലെന്ന് പറയത്തറ കൊള്ളുകാലാത്ത ആൾക്കാർ. കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് എന്നിട്ട് ഒരു സ്വോത്രം തരാമല്ലോ. എന്നാൽ എവിടുന്ന് വന്നതാന്ന് പോലും എനിക്ക് ആ കോള് അതിൽ കുറച്ചുള്ള ഒക്കെ മതി എനിക്ക്. ഇപ്പോൾ ഇത്ര ഉള്ള ആത്മീയമൊക്കെ. പിന്നെ ഞങ്ങളുടെ കണ്ണാട്ടുമോടിലെ അമ്മാമ്മ വേറൊരു ഉപദേശി പ്രവാചകൻ വന്നപ്പം കണ്ണാട്ടുമോടിലെ അമ്മാമ്മയോട് പറഞ്ഞു, അച്ചാനെയും കൂടെ മേളിലോട്ട് വിടും പ്രവചനം. അമ്മ പറഞ്ഞു, ഇപ്പോൾ ഉള്ള പ്രവചനമൊക്കെ മതി, അച്ചാനെ വിടുന്നില്ല, ഇത്ര ആത്മീയമൊക്കെ മതിയെന്ന് പറഞ്ഞു. കൂടുതൽ ആത്മീയം വേണ്ട. കൂടുതലായാലും ആത്മീയം കൂടിയാൽ പിന്നെ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആത്മീയം കണ്ടമാനം കൂടിയാൽ പിന്നെ അതെനിക്കറിയാം. ചിലർ ആത്മീയം കണ്ടമാനം കൂടിയാൽ പറ്റതള്ളക്ക് വെള്ളം കൊടുക്കില്ല. വെള്ളം ഒന്നും കുടിക്കാനൊക്കത്തില്ല. അത് ദൈവാത്മാവ് പറയുമ്പോൾ തരാം. അവർ ദാഹിച്ച് പരവേശം എടുത്ത് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ കണ്ടമാനം കൂടുന്നവരെ എനിക്കും പേടിയാ. കുറയാനെ നമുക്ക് എങ്ങനെയും കൂട്ടാം.
കൂടിപ്പോയ എന്നാ ചെയ്യും പറ? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സാത്താൻ തോറ്റാലും പുറകോട്ട് പോകത്തില്ല, അവൻ വീണ്ടും വന്ന് തോണ്ടും. തെളിവ് അടുത്ത വാക്യം വായിച്ചേ, 2-ാം അധ്യായത്തിന്റെ 1. പിന്നെയും ഒരു ദിവസം. ഇതിനു മുമ്പ് ഒരു ഇതുപോലെ ഒരു ദിവസമായിരുന്നു. ഇപ്പൊ പറയാ പിന്നെയും ഒരു ദിവസം. ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. കണ്ടോ നാണം കെട്ടവൻ പിന്നെയും വന്നത്. ഇവൻ 1-ാം അധ്യായത്തിൽ തോറ്റ് തുന്നം പാടിയവന് അങ്ങ് പോയാ പോരെ, അവൻ പിന്നെയും 2 കയറി വന്നേക്കുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം പ്രശ്നമുണ്ടായി, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ജയിച്ചു. ഈ വർഷം ഇല്ലെന്ന് കരുതരുത്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അന്നേരം കാത്തിരിപ്പ് യോഗത്തിന് പ്രവാചകൻ 2019 വന്ന് പറഞ്ഞു 2020. അന്നേരം അത് കേട്ട് കിടന്ന് മേപ്പോട്ടിക്ക് ചാടി ആ ബൈബിളിലൂടെ പറിച്ചു കയറി. അതിൻ്റെ ആദ്യത്തെ പേജുമില്ല, ആത്മാവിലായപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയതാ. സ്തോത്രം. കണ്ണാടിയും ചവിട്ടി പൊട്ടിച്ചു. സ്തോത്രം. 2020 വന്നപ്പോൾ താണ്ട് അതിലും വലിയ പ്രശ്നം, വെളിയിലോട്ട് പോലും. കണ്ടോ? ഇവൻ തോറ്റാലും പുറകോട്ട് പോകത്തില്ല. ഇനിയിപ്പോ പറയുന്നത് 2021 അതിലും കോടാലി വരാൻ പോവുക. പേടിപ്പിക്കാൻ വന്നതല്ല, പരമാർത്ഥം പറയുക. പക്ഷെ ഇതിന്റെ നടുവിൽ തളർന്നു പോകരുത്. പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം, ആരാധിച്ച് ശക്തി ഏറ്റെടുത്തോണം, വചനം ധ്യാനിച്ച് ശക്തിപ്പെട്ടോണം. ഇതിന്റെ നടുവിൽ ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1-ാം അധ്യായത്തിൽ വന്ന് തന്ത്രമുണ്ടാക്കി തോറ്റ് തുന്നം പാടിയ പിശാച് തോറ്റ് പുറകോട്ട് പോയില്ല, 2-ൽ അവൻ പിന്നെയും കയറി വരിക. അതാ ഇവന്റെ പ്രകൃതി. തോറ്റാലും പുറകോട്ട് പോകത്തില്ല, വീണ്ടും വന്ന് തോണ്ടും. 2-ാം അധ്യായത്തിൽ വന്ന മമായിര് യഹോവ സാത്താനോട് അപ്പൊ ചോദിച്ചു, എവിടുന്നാ വരുന്നേ? സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി ഞാൻ എല്ലായിടത്തും പോയിട്ട് വരും, എല്ലായിടത്തും പോയിട്ട് വരിക. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. നീ 1-ാം അധ്യായത്തിൽ പറഞ്ഞായിരുന്നല്ലോ അവനുള്ളതെല്ലാം തൊട്ടേക്കാൻ നീ ദൃഷ്ടി വെച്ചോ. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും. 2-4 വായിരി, എല്ലാം വായിക്കാൻ നേരമില്ല. 2-4 ഉടനെ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നല്ല ആശയം. ദൈവം ചോദിച്ചു, എന്റെ ദാസനാകുന്ന യോബിനെ തൊട്ടോ? ഉടനെ സാത്താൻ പറയാ, ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം. പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഈ ഒരു മനുഷ്യന് ഏറ്റവും വലുത് എന്താ? ഉറക്കെ പറ, നന്നായിട്ട് പറ. അങ്ങനൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയില്ല. സ്വന്തം ജീവൻ. അങ്ങനെ പറ, അത് പറയാനാ. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവനവൻ്റെ സ്വന്തം ജീവനാ. അതെ, എല്ലാവർക്കും. ചില സഹോദരിമാർ പറയും, ഞങ്ങളുടെ അച്ഛൻ എനിക്ക് ഭയങ്കര അരിച്ചായൻ ഇത് കേട്ട് തുള്ളുവൊന്നും ചെയ്യരുത്. ഭർത്താവും ചിലപ്പോൾ പറയും, എൻ്റെ മോളി കഴിഞ്ഞിട്ട് ബോളി ചുമ്മാ പറയുന്നത് ഒന്നും കേട്ട ഇളകരുത്. സ്തോത്രം. ആണെന്നോ? എല്ലാവർക്കും അവനവൻ്റെ ജീവനാ വലുത്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പം അങ്ങനെ വരാതിരിക്കട്ടെ, ഞാനൊരു ഉദാഹരണം പറയാൻ തന്നെ ഉള്ളു. ചിലടത്ത് കണ്ടിട്ടുമുണ്ട്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് ചിലർ, എല്ലാവരുമല്ല, എൻ്റെ അച്ഛനെ ഞാൻ തരത്തില്ലേ എന്നും പറഞ്ഞ് സങ്കടം കൊണ്ടാ ഞാനതിൽ ദുഃഖിക്കുന്നുണ്ട്. ഉടനെ നമ്മൾ പറയാം, എന്നാൽ മോളി ഞങ്ങൾ പോവാ അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ് എടുത്തോണ്ട് പോകാൻ പറയും അല്ലേ. എൻ്റെ അച്ഛനെ തരത്തില്ലെന്നും പറഞ്ഞിങ്ങനെ പെട്ടിയുടെ മേളിലോട്ടൊക്കെ വീഴുന്നവരെ ഞാൻ കണ്ടിട്ടോ. എൻ്റെ അച്ഛനെ തരത്തില്ലേ. എന്നാൽ നമ്മൾ പറയാം, അന്നാ അവിടെ വെച്ചോണ്ടിരുന്ന ഞങ്ങളെല്ലാം കൂടെ പോവാന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാന്നേ അല്ലേ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും അവനവൻ്റെ ജീവനാ വലുത്. അതെ, അവനവൻ്റെ ജീവനാ വലുത്.
അതാ പിശാച് പറഞ്ഞ ത്വക്കിന് പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം അവനവൻ്റെ ജീവന് വേണ്ടി എന്തും ചെയ്യും, എന്തും കൊടുക്കും അല്ലേ? എന്തും കൊടുക്കും. എല്ലാവർക്കും അവനവൻ്റെ ജീവനാ വലുത്. അപ്പോൾ സാത്താൻ പറഞ്ഞതിന് ആശയം ഇതാ, ദൈവമേ അവനുള്ളതെല്ലാം ആ തൊട്ടത് അവനെ തൊട്ടിട്ടില്ല, അവനെ തൊട്, അന്നേരം അറിയാൻ കളി. ഇതുവരെ അവൻ്റെ സമ്പത്തും പിള്ളേരെയൊക്കെ അല്ലേ തൊട്ടത്, അതാ അവനിപ്പോൾ സ്തോത്രം ചെയ്യുന്നത്. പിള്ളേരെ തൊട്ടു, സമ്പത്തൊക്കെ തൊട്ടത് കൊണ്ടാ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവം തന്നു, ദൈവം എടുത്തെന്ന് പറഞ്ഞ് സ്തോത്രം 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 പറഞ്ഞ് ഇരിക്കുന്നത്. അവൻ്റെ ദേഹത്ത് തൊട്ട് അന്നേരം അറിയാൻ വിവരം. അന്നേരം ദൈവം എന്നാ പറഞ്ഞ വായിര്, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസം ഒന്ന് പിശാച് പറയാ, അങ്ങനെയെങ്കിലേ നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥി മാംസം ഒന്ന് തൊടുക. അവൻ നിന്റെ മുഖത്ത് അന്നേരം അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ. ഇതുവരെ അവന്റെ പിള്ളേരെ പിറങ്ങണിയും വരുമാനവും കന്നാലി ആടിനെയൊക്കെ അല്ലേ തൊട്ടത്, അവനെ തൊട്ടില്ലല്ലോ. ഇല്ല, അവനെ തൊട്, കൈ നീട്ടി. അന്നേരം അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയാം. അപ്പൊ ദൈവം എന്നാ പറഞ്ഞേ, ഉടനെ ദൈവം തമ്പുരാൻ പിശാചിനോട്, അങ്ങനെയാണെങ്കിൽ പിശാച് ഇതാ ഇയ്യോബിനെ കൊണ്ട് നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ പ്രാണനെ തൊട്ടേക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാതെ നിന്റെ പ്രാണം പോകത്തില്ല. ഏത് കോവിഡ് വന്നാലും ദൈവം പറയാതെ പ്രാണം പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. ഏത് കോവിഡ് വന്നാലും വന്നവർക്ക് ദൈവം വിടിവിക്കട്ടെ, രോഗപീഠകളെ ദൈവം തടയട്ടെ, മാറ്റട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, ഏത് കോവിഡ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ദൈവം പറയാതെ നിന്റെ പ്രാണം പോകത്തില്ല. അപ്പച്ചന് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതാ, കോവിഡ് ആണെന്നാ പറഞ്ഞത്. അപ്പച്ചൻ്റെ ഹാർട്ടിന് എന്നാ പ്രോബ്ലം ഉണ്ടെങ്കിലും ദൈവം പറയാതെ പോവുക. അമ്മാമ്മയ്ക്ക് ശ്വാസം മുട്ടലുള്ള വലിവിൻ്റെ കാസാവലിവാ, അമ്മാമ്മ ജനലെ പിടിച്ചാണ് വലിക്കുന്നേ, ഒന്നും വരികയില്ല. പിന്നെ അമ്മാമ്മ ഇങ്ങനെ വലിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ, പിന്നെ നല്ലല്ലേ അമ്മാമ്മയ്ക്ക് ശ്വാസത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. സ്തോത്രം. ദൈവം പറയാണ്ട് നിൻ്റെ പ്രാണം പോകത്തില്ല. ബ്രെയിൻ ട്യൂമർ വന്നാലും പോകുകയില്ല, ഏത് ക്യാൻസർ വന്നാലും പോകത്തില്ല, ഏത് അറ്റാക്ക് വന്നാലും പോകത്തില്ല, ഏത് കോവിഡ് വന്നാലും പോകത്തില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ പ്രാണം പോകത്തില്ല. പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ അവിടുന്ന്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ മേൽ അധികാരമുള്ളവൻ അവിടുന്ന്. അവിടുന്ന് അനുവദിക്കാതെ, അവിടുന്ന് പറയാതെ, അവിടുന്ന് സമ്മതിക്കാതെ ഒന്നും നടക്കത്തില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ കർത്താവിന്. അപ്പൊ സാത്താനോട് ദൈവം പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ പിശാചേ ഇതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവൻ്റെ പ്രാണനെ മാത്രം. ഇത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി പിശാചിന്. ആട്ടെ, പിശാച് ചിന്തിക്കുക, ഇതുവരെ അവിടെ ഇവിടെയൊക്കെയാ തൊട്ടത്, ഇപ്പം ദൈവം പറയാം അവനെയും കൂടെ ഇപ്രാവശ്യം പണി പറ്റിക്കും. അങ്ങനെ സാത്താൻ സന്തോഷിച്ചു വന്ന് ഇയ്യോബിനെ അങ്ങ് തൊട്ടത് അങ്ങനെ വായിര്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിന്റെ ഉള്ളങ്കാല് മുതല് നെറുക വരെ വല്ലാത്ത പരുക്കുകളാൽ കണ്ടോ. സാത്താൻ സന്തോഷിച്ചു വന്ന് ഇയ്യോബിനെ അങ്ങ് തൊട്ടു. ഉള്ളങ്കാല് മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കൾ. വിശദീകരിക്കുന്നില്ല. വല്ലാത്ത പരിക്കൾ എന്ന് പറഞ്ഞ പണ്ടൊരാൾ പറഞ്ഞ് ഇയ്യോബിന് കരപ്പം വന്നതാണ്. വല്ല ബോധമുണ്ടേ അത് പറയോ, കരപ്പനായിരുന്നു. സ്തോത്രം. വല്ലാത്ത പരിക്കൾ എന്നാ വേദ പഠിതാക്കൾ ചൊല്ലി പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച കരിങ്കുഷ്ഠമായിരുന്നു, ഒരു പുസ്തകത്തിൽ വായിച്ചതാ. നിങ്ങൾ തർക്കിക്കുകയൊന്നും ചെയ്യരുത്, വായിച്ചതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, വല്ലാത്ത പരിക്കളാണ്, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. അസഖ്യമായ വേദന, വല്ലാത്ത ചൊറിച്ചിലും. ഈ വേദനയും ചൊറിച്ചിലും കഠിനപ്പെട്ടപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ടുകഷണം എടുത്ത് ഇങ്ങനെ ചുരണ്ടിയിരിക്കുക. ഭയങ്കര ചൊറിച്ചില്, ഉള്ളംകാല് മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കള, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. നമുക്കൊരു ആട്ടുംപുഴു ആട്ടിയാൽ പിന്നെ ചൊറിഞ്ഞ് ഇല്ലേ, ആദ്യം അങ്ങ് കീറുക. പിന്നെ സ്തോത്രം ചെല്ലു. പിന്നെ അത് ആട്ടുംപുഴു അല്ല, പേന തല നിറച്ച് വിളിക്കുകയില്ല, വേഞ്ചിപ്പെടുത്ത് തരികയില്ല. എന്നിട്ട് യോഗത്തിന് വന്നിരുന്ന ഞാൻ കണ്ട് തല ചൊറിയുന്നതൊക്കെ, അതുകൊണ്ട് തന്നെ പറഞ്ഞത്.
ഒക്കെ ഞാൻ കണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ആരാന്ന് തന്നെ താൻ ചോദന ചെയ്തു. സ്തോത്രം. അപ്പൊ യോബ് അസഹ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും. ഈ ചൊറിച്ചിൽ കഠിനപ്പെട്ടപ്പോൾ ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊറി. ഞാനൊരു കാര്യം പറയാം, ഭക്തന് ഈ കഷ്ടതയും ബുദ്ധിമുട്ടും ചൊറിച്ചിലും അസഹ്യമായ വേദനയൊക്കെ വന്നപ്പോൾ ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചൊരണ്ടുക, അല്ലെ ചൊറിയുക, അല്ലേ? ഇതാ ഭക്തന്മാരുടെ വിശേഷത. വലിയ പ്രശ്നമാണ്, പക്ഷേ ചൊറി. എന്നാൽ മർക്കോസ് 5 ഒരു പുള്ളിയുണ്ട്, ചൊറിയായിരുന്നു. അവനും പ്രശ്നമാണ്. മർക്കോസ് 5 ഒരു അച്ചായനുണ്ടായിരുന്നു, ചൊറിയായിരുന്നു. വായിച്ചേ 5:5. മർക്കോസ് 5 അച്ചായൻ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെ താൻ കല്ലുകൊണ്ട് അതാ ചതക്കുക, കരിങ്കല്ലെടുത്ത് അങ്ങ് ചതക്കുക. യോബ് എന്നാ എടുക്കുക? ചൊറിയുക. മർക്കോസ് 5 പുള്ളി ചതയ്ക്ക. കണ്ടോ ഭക്തനും അപക്തനും തമ്മിലുള്ള വ്യത്യാസം? ഭക്തൻ ചൊറിഞ്ഞു, അപക്തനോ ചതച്ചു. മനസ്സിലാകുന്ന ഭാഷ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഭാഷ പറയാം. കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും. കൊണപ്പെട്ടവൻ ചൊറിഞ്ഞു, ചൊരണ്ടിയിരിക്കുക. കൊണപ്പെടാത്തവൻ ഇതാ ദൈവപൈതലും ലോകമക്കളും തമ്മിലുള്ള വ്യത്യാസം. സ്തോത്രം, സ്തോത്രം. വേട്ടമല ഉപദേശി സുവിശേഷ വേലയ്ക്ക് പോയി പാട്ടപ്പുരയിടത്ത് കിടക്കുക. ചേമ്പുമെല്ലാം നട്ടെന്ന, കണ്ണൻ ചേമ്പും വെട്ടിയേമ്പും. അത് പറിക്കാൻ പ്രായമായി, വിളവെടുക്കുന്ന സമയമായപ്പം സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് അത് മുഴുവൻ പറിച്ചുകൊണ്ട് പോയി. ഭാര്യയും പിള്ളേരും നോക്കി നിൽക്കുക, കണ്ണുനീരോടെ. എതിർക്കാനൊന്നും നോക്കത്തില്ലല്ലോ, അന്നത്തെ കാലമാണ്. അസഭ്യവും പറഞ്ഞു. അന്നേരം ഉപദേശി സുവിശേഷ വേല കഴിഞ്ഞ് വരുന്നത് വളരെ ആഗ്രഹത്തോടെ കണ്ണൻ ചേമ്പ് കാലമാകുമ്പോൾ പുഴുങ്ങാനൊക്കെ ഓർത്തറ. അത് പറിച്ചുകൊണ്ട് പോയി. ഉപദേശിയെ കണ്ടപ്പം കൊച്ചമ്മയും പിള്ളേരും കരഞ്ഞു. അന്ന് ആ പുസ്തകം ഒന്ന് മാറ്റി വെച്ച് ഇവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഞാൻ പുസ്തകം. അന്നേരം ഉപദേശിയുടെ വായി പാട്ട് വന്നു. നമ്മുടെ വായിലും പാട്ട് വരും, വേറെ പാട്ടാന്നേ ഉള്ളൂ. കൊടുങ്ങല്ലൂർ സൈഡിലെ പാട്ടായിരിക്കും. പക്ഷെ വേട്ടമലയുടെ വായി വന്ന പാട്ട്, കഷ്ടതയും പട്ടിണിയും ഏറിയിടും നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ദൈവത്തെ സ്തുതിക്ക്. ഇതാ ഭക്തന്മാരുടെ ലക്ഷണം. മനസ്സിലായോ? നമുക്ക് പാട്ട് വരുമോ? മൂത്താമ്പാക്കലെ കൊച്ചുകുഞ്ഞുപദേശിയുടെ മകൻ മരിച്ചു, ശൗമേലൂട്ടി. നിങ്ങളെ ഇളക്കാൻ പറയുന്നൊന്നുമല്ല. പുള്ളി ഒടിവ് വന്നപ്പം 1-2 സാക്ഷ്യം പറഞ്ഞ് ഇളക്കി കേട്ടോ. ഇളക്കാനൊന്നും പറയുന്നതല്ല. നിങ്ങൾ ഇളകിയാൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ ഇളകിയാലേ എനിക്ക് ഇളക്കാൻ പറയല്ല. മൂത്താമ്പാക്കലെ കൊച്ചുകുഞ്ഞുപദേശിയുടെ മകൻ മരിച്ചെന്ന് ശൗമേലൂട്ടി. ആ മകനെ ആ ഭൗതിക ശരീരം കൈ വെച്ചോണ്ട് പാടിയ പാട്ടാ.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈ തന്നാ തല്ലിപ്പൊട്ടിക്കുമെന്നാണോ? ബാക്കി പാട്, നിങ്ങൾ പാട്. എന്തോ സന്ദർഭമാണ്. മകൻ മരിച്ച് കിടക്കുക. ആ മകൻ്റെ ഒരപ്പൻ്റെ ഹൃദയം ഓർക്കണം. സ്വന്തം മകനാ മരിച്ച് കൈ കിടക്കുന്നേ. ആ മകൻ്റെ ശവശരീരം കൈ വെച്ചോണ്ടാണ് പാടിയത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈ തന്നാൽ അത് വാങ്ങി സന്തോഷത്തോടെ അതെ. എനിക്ക് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾ പാടിയല്ലോ, ദുഃഖത്തിൻ്റെ പാനപാത്രം ദൈവം കൊച്ചുകുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തപ്പം അത് വാങ്ങി തല്ലിപ്പൊട്ടിക്കാതെ എറിഞ്ഞു കളയാതെ വാങ്ങി സന്തോഷത്തോടെ കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ പാടി. പാടാൻ കാരണം എന്നാ? നിങ്ങൾ പറയും കൊച്ചുകുഞ്ഞിന് നന്നായിട്ട് പാട്ടറിയായിരുന്നു, അതുകൊണ്ടാണ്. പറ. എന്നാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കൊച്ചുകുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അത് വാങ്ങി സന്തോഷത്തോടെ ആ ഭക്തൻ ഹല്ലേലൂയ പാടി. പാടാൻ കാരണം എന്നാന്ന്? എന്താന്ന് പാടാൻ കാരണം എന്നാന്ന് പാട്ടറിയാവുന്നവർ വേണം ഇപ്പം പറഞ്ഞേനും. അതാ അടുത്ത ലൈനിൽ അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ ചേർന്ന് പാടും. ഓ കർത്താവൻ ചേർന്ന് പാടും. ദുഃഖത്തിൻ്റെ കൈയടിച്ച് പാടിക്കോ, കൈയടിച്ച് പാടും. അവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടം ഓർക്കുന്നില്ല, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, നഷ്ടം ഓർക്കുന്നില്ല. ഓ എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്ന് ഉള്ളൂ, എപ്പോഴെന്റെ ഭാവിനെ കാണാമെന്ന് ഉള്ളൂ. ദുഃഖത്തിൻ്റെ കർത്താവിന്റെ കയ്യിൽ ദുഃഖത്തിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടി ഞാൻ, സന്തോഷത്തോടെ വാങ്ങി
ദോഷമായിട്ടൊന്നു എന്നോടാമൻ എന്റെ ദാനം ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നു ഓ എന്റെ ദാനം ചെയ്യുകയില്ല. അവൻ എന്നെ അടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ ഓ ദുഃഖത്തിന്റെ അടുത്തലമാല മാലക്കടയാ ധീരാമാല ധൂരാമാല വൈഡ അമ്പലമാല വൈഡചാല ധീരാമാല വൈഡമാന ധീരമാല വൈഡമാല വൈഡമാന വൈഡ ധീരചാല ധൂരാമാല വൈഡാമ അമ്പലമാല വൈഡമാല ധീരമാല വൈഡമാന ധീരമാല വൈഡമാല മാല ധീരമാല ഊടാമാല മാല വൈഡമാല വൈഡമാല ധീരജാല ലാല ലാല ധീരജാല ലാല ലാല വൈഡമാന വൈഡാമ അർദ്ധലമാല വൈഡക്കെട്ട ധീരചാല ഊടാമാല വൈഡമാല വൈഡമാന ഓ ദിവാരാമ ഊടാമാല വൈഡമാല അർദ്ധവേദി വൈഡമാന ഗണകരാജ നമ്മുടെ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാ.